ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് റവ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം ഇതിലേക്കുള്ള റവയൊന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും 4 ഏലക്ക പൊട്ടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളത്തിൽ നല്ലൊരു ഏലക്കയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏലക്കപ്പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലുള്ള ഏലക്കയുടെ ആ ഒരു തോടൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് റവയാണ് കേട്ടോ എടുക്കുന്നത്. 1 കപ്പ് റവ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ആദ്യം ഇതുപോലെ തന്നെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. ഏകദേശം 3 മിനിറ്റോളം ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ റവ നല്ല പോലെ വെന്ത് കിട്ടും. ആ വെള്ളമൊക്കെ റവ അബ്സോർബ് ചെയ്ത് റവ നല്ല പോലെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തത് ഒരു ലൈറ്റ് മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ല മധുരം വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് ചെറിയൊരു ഉരുള ഉണ്ടാക്കിയിട്ട് കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ചൂടായ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഇട്ടെടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ഇത് വേവിച്ചെടുത്തതാണല്ലോ റവ. അപ്പോൾ ഇത് വെന്ത് കിട്ടാനൊന്നുമില്ല. അതിൻ്റെ പുറംഭാഗമൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് നല്ല ഫ്രൈ ചെയ്ത ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൊരിയിപ്പിച്ചെടുത്താൽ മതി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എന്നാൽ നല്ല ടേസ്റ്റിൽ പുറത്തൊക്കെ നല്ല മൊരിഞ്ഞ് അകത്ത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.